ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം തിരുമല മങ്കാട് കുളത്തിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 2025 സെപ്റ്റംബർ 16 മുതൽ 22 വരെ നടക്കുകയുണ്ടായി. അതിൽ മൂന്നാം ദിവസം നടന്ന കൃഷ്ണാവതാരത്തിൻ്റെയും ഉണ്ണിയൂട്ടിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഭക്തിപുരസരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇവിടെ നടന്ന യജ്ഞത്തിൻ്റെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ സുന്ദർ നിത്യാനന്ദദാസ് അവറുകളാണ്. ഭക്തി നിർഭരമായ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഈ വീഡിയോ നിങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നത് വഴി ക്ഷേത്രത്തിൻ്റെ യശസ്സും കീർത്തിയും വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇങ്ങനെ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്. ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതൊന്നും വേണ്ട, ഈ ഒരു മാസം, കഴിഞ്ഞ മാസവും ഈ മാസം ജനിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളെയും ഞാൻ കൊന്നേക്കാം, ആ ഒരു പാവന കർമ്മം ഞാൻ നിർവഹിക്കാം എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ പേരാണ് പൂതന. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ഓക്കെ, എല്ലാ കുട്ടികളെയും കൊല്ലുക. അപ്പോൾ പൂതനയാണ് അതിൻ്റെ ഇൻചാർജ്. അപ്പോൾ പൂതന എങ്ങനെ അന്വേഷിച്ച് അപ്പോൾ ആ അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളൊക്കെ കൊല്ലുകയാണ്. അപ്പോൾ പൂതനയ്ക്കൊരു ന്യൂസ് കിട്ടി, ഗോകുലത്തിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. ഇവിടെ ഏതോ കുഞ്ഞിൻ്റെ പിറന്നാളൊക്കെ അവർ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ആ കുഞ്ഞിനെയും കൂടെ ഒന്ന് വകവരുത്തണം. അപ്പോൾ പൂതന നേരെ ഗോകുലത്തിൽ പോയി. അപ്പോൾ ഗോകുലത്തിൽ പോയപ്പോൾ പൂതനയെ കാണാൻ വലിയ വൈരൂപ്യമാണ്. അപ്പോൾ പൂതനയ്ക്കൊരു ശക്തിയുണ്ട്, കാമരൂപിയാണ് പൂതന. എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള രൂപം എടുക്കാം പൂതനയ്ക്ക്. അതുപോലെ ഇഷ്ടമുള്ള രൂപം എടുക്കാൻ കഴിവുള്ള മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു രാമായണത്തിൽ. ഏതാ സ്ത്രീ? ശൂർപ്പണഖ അല്ലേ? ശൂർപ്പണഖ എന്ത് ചെയ്തു? ഭഗവാൻ കാട്ടിലായിരുന്നപ്പോൾ ഭഗവാനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപം എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ പൂതന വളരെ സുന്ദരിയായ ഒരു രൂപമെടുത്ത് ഗോകുലത്തിൽ പോയി. ഈ പഴയ കാലത്തിലൊക്കെ ഒരു ആചാരം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഈ അമ്മമാർ, പ്രത്യേകിച്ച് അമ്മമാർ പോയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് പാല് കൊടുക്കും. എല്ലാവരും ആ ഒരു സിസ്റ്റം കേട്ടിട്ടുണ്ടോ? ഉണ്ട്, വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇപ്പം ഇല്ല. ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പോകണമെങ്കിൽ തന്നെ ഹാൻഡ് സാനിറ്റൈസൊക്കെ ഇട്ടിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടേ പോകാൻ സമ്മതിക്കുകയുള്ളൂ ഇപ്പോഴത്തെ അമ്മമാർ. പക്ഷെ പണ്ടങ്ങനെയല്ല. ഗ്രാമത്തിൽ അമ്മമാരാണെങ്കിൽ അവർ പോയിട്ട് അവരുടെ ആ ഒരു സ്നേഹം കാണിക്കുന്ന അവർ കുഞ്ഞിനെ എടുത്ത് കുറച്ച് പാല് കൊടുക്കും. അപ്പോൾ അത് ഈ മെഡിക്കൽ സയൻസിൽ പറയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് നല്ലൊരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പോൾ പൂതന പോയി അകത്ത്. അപ്പോൾ അകത്ത് പോയപ്പോൾ പൂതനയെ ആരും തടഞ്ഞില്ല. എന്താ കാരണം? കാരണം നല്ല സുന്ദരിയായ സ്ത്രീ. ഇപ്പോൾ എല്ലാ സ്ത്രീകളും പോകുന്നുണ്ട്, കൃഷ്ണൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ചിലരെടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, പാല് കൊടുക്കുന്നു. അപ്പോൾ പൂതനയും പോയി. പൂതന പോയിട്ട് ആ കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ എടുത്തതും ഭഗവാൻ കണ്ണടച്ചു. അത് നേരെ വരയ്ക്കും നല്ല കണ്ണ് തുറന്നിങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞാണ്. പൂതന എടുത്തതും കണ്ണടച്ചു. അതെന്തിനാ പൂതന എടുത്തപ്പോൾ കണ്ണടച്ചത്? പൂതനയെ കണ്ട് പേടിച്ചിട്ടാണോ? പിന്നെ ഇതിന് നിറയെ വ്യാഖ്യാനങ്ങൾ ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. ദശമസ്കന്ധത്തിനും മാത്രമായിട്ട് നിറയെ വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ 1-2 നമുക്ക് നോക്കാം, എല്ലാം നോക്കാനുള്ള സമയമില്ല. അപ്പം അതിലൊരു കാരണം പറയുന്നത്, ഭഗവാൻ ഒരു വിഷമം. എന്താ വിഷമമെന്ന് വെച്ചാൽ, ശ്രീരാമനും ഈ വിഷമം ഉണ്ടായിട്ടുണ്ട്. അതായത് ശാസ്ത്രത്തിൽ പറയുന്നു, യാതൊരു കാരണവശാലും സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, സ്ത്രീഹത്യ പാപമാണ്. പക്ഷെ ശ്രീരാമന് നിർഭാഗ്യവശാൽ ആദ്യം കൊല്ലേണ്ടി വന്നത് ആരെയാണ്?
സ്ത്രീയെയാണോ പുരുഷനെയാണോ? സ്ത്രീയാണ് ശ്രീരാമൻ ആദ്യം കൊല്ലുന്നത്. അതെപ്പോഴാണ്? വിശ്വാമിത്രൻ്റെ കൂടെ പോയില്ലേ യാഗസംരക്ഷണത്തിന്. അപ്പോൾ താടക വന്നിട്ട് യാഗം കൊണ്ടൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമൻ, വിശ്വാമിത്രൻ പറഞ്ഞു, രാമ ഇതാണ് ഈ രാക്ഷസി, അവളെ കൊന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മടിച്ചു നിന്നു. അപ്പോൾ വിശ്വാമിത്രൻ ചോദിച്ചു, നീ എന്താ മടിക്കുന്നത്? അസ്ത്രമാക്കി കൊല്ല് അവളെ. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഇത് സ്ത്രീയല്ലേ, ധർമ്മശാസ്ത്രത്തിൽ സ്ത്രീകളെ കൊല്ലാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാമിത്ര ഋഷി പറഞ്ഞു, സ്ത്രീ എന്നുള്ളൊരു പദവി ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ബാഹ്യമായിട്ടുള്ള ശരീരം കൊണ്ട് മാത്രമല്ല, സ്ത്രീ സഹജമായ ഗുണങ്ങളും ആ വ്യക്തിക്കുണ്ടാവണം. അപ്പോഴാണ് ആ വ്യക്തിയെ സ്ത്രീയായിട്ട് അംഗീകരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങേയറ്റം കാരുണ്യവതികളാണ് അല്ലേ? പുരുഷന്മാരെക്കാളും അവർക്ക് കാരുണ്യം, ദയ കൂടുതലാണ്. അപ്പോൾ ദയയില്ലാത്ത സ്ത്രീയാണ്, കാരുണ്യം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത സ്ത്രീയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് അസ്ത്രമയച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ശ്രീരാമൻ താടകയെ വധിക്കുന്നത്. അതേ ബുദ്ധിമുട്ട് ഇപ്പോൾ ആർക്കും വന്നു? ഭഗവാനും വന്നു. ഭഗവാൻ ഇതിനു മുമ്പ് ആരെങ്കിലും വധിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് ഒരാളെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ഭഗവാൻ ഒന്ന് കണ്ണടച്ചു അത്ര. അയ്യോ, ഒരു സ്ത്രീയെ കൊല്ലേണ്ടി വരുന്നല്ലോ എന്നോർത്തിട്ട് കണ്ണടച്ചു അത്ര. ഇത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം പറയുന്നത്, ഈ പൂതന പാല് കൊടുക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ പാലല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, വിഷമാണ് കൊടുക്കാനത്. വിഷം പുരട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്തിന് കണ്ണടച്ചെന്ന് ചോദിച്ചാൽ, ഭഗവാൻ കുറച്ചു നേരം മഹാദേവനുമായിട്ട് ഒരു ഡിസ്കഷന് പോയതാണ്. എവിടെ? കൈലാസത്തിൽ. അതെന്തിനാ ഈ സമയത്ത് മഹാദേവനുമായിട്ട് ഇപ്പോൾ ഒരു ഡിസ്കഷൻ? എന്തിനാ? കാരണം ഭഗവാൻ മഹാദേവൻ്റെ അടുത്ത് പോയി ചോദിച്ചത്രേ, മഹാദേവ, ഈ വിഷം എങ്ങനെയാണ്? കയ്പാണോ? അങ്ങേക്ക് കുടിച്ച് പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. നല്ല കയ്പാണോ? കുടിക്കാൻ ഭയങ്കര പാടാണോ? ഓക്കാനിക്കോ എന്നൊക്കെ ചോദിച്ചു അത്രേ. അപ്പം ശിവൻ പറഞ്ഞേ, ഞാൻ എന്തുമാത്രം കുടിച്ചിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കുടിച്ചോ, ഒന്നും സംഭവിക്കത്തില്ല എന്ന് ശിവൻ ഒരു സജഷൻ കൊടുത്തു അത്രേ. അപ്പം ആ സജഷൻ കേൾക്കാൻ വേണ്ടി ഭഗവാൻ കുറച്ചു നേരം കണ്ണടച്ച് എവിടെ പോയി? കൈലാസത്തിൽ പോയി. അപ്പം ശിവനും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കുടിച്ചോളൂ. അപ്പം അതുകൊണ്ട് കണ്ണടച്ചു. ഇനി മൂന്നാമതൊരു കാരണം പറയുന്നത്, പാല് കുടിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീയുടെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഭഗവാൻ ആരായിത്തീരും? അമ്മയുടെ സ്ഥാനം അല്ലേ? പാല് കുടിച്ച അമ്മയുടെ സ്ഥാനമാണ്. അപ്പോൾ അമ്മയുടെ സ്ഥാനമായി കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു സദ്ഗതി കൊടുക്കണം. വെറുതെ കൊല്ലാൻ പറ്റില്ല അല്ലേ? പാല് കുടിക്കുന്നു, അപ്പോൾ വെറുതെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ എന്ത് സദ്ഗതിയാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു നിമിഷം ഭഗവാൻ കണ്ണടച്ച് ആലോചിച്ചു അത്ര. അപ്പോൾ ഇങ്ങനെ നിറയെ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഭഗവാൻ ഒന്ന് കണ്ണടച്ചു. അപ്പോൾ പൂതന വിചാരിച്ചു എന്നെ കണ്ട് പേടിച്ചിട്ടാണ് ഈ കുട്ടി കണ്ണടച്ചതെന്ന്. അപ്പോൾ ഈ കുട്ടിയെ എടുത്തു, പാല് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്താണ് സാങ്കേതിക പ്രശ്നം? അതായത് പൂതനയ്ക്ക് അമ്മയുടെ സ്ഥാനം കൈവരണമെങ്കിൽ പൂതന എന്ത് കൊടുക്കണം? പാല് കൊടുക്കണം അല്ലേ? പാല് കുടിച്ചാലേ അമ്മയുടെ സ്ഥാനം വരുള്ളൂ. വെറുതെ വിഷം പുരട്ടിയിട്ട് കൊടുത്താൽ അത് അമ്മയുടെ സ്ഥാനം വരില്ല. പക്ഷേ ഇവിടെ പറയുന്നു, അപ്പോൾ പൂതനയ്ക്ക് പാല് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കുഞ്ഞുങ്ങളുണ്ടായാലല്ലേ പാല് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൂതന എങ്ങനെ പാല് കൊടുത്തു? നമ്മളൊക്കെ പറഞ്ഞത് പൂതന വിഷപ്പാൽ കൊടുത്തു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പൂതന പാല് കൊടുത്തിട്ടില്ല. പൂതനയ്ക്ക് പാല് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും ഭഗവാൻ പൂതനയ്ക്ക് അമ്മയുടെ സ്ഥാനം കൊടുത്ത് മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഭഗവാന്റെ കാരുണ്യം. ഭക്തനാവണമെന്നില്ല, ഭക്തനെ പോലെ നടിച്ചാൽ പോലും ഭഗവാൻ കാരുണ്യം കൊടുക്കും. അമ്മയാകണമെന്നില്ല, പാല് കൊടുക്കണമെന്നില്ല, അമ്മയെപ്പോലെ പാല് കൊടുക്കുന്നു എന്ന് അഭിനയിച്ചാൽ പോലും ആ വ്യക്തിക്ക് ഭഗവാൻ കാരുണ്യം കൊടുക്കും.
ഇതാണ് ഭഗവാന്റെ കാരുണ്യം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. കരുണാസിന്ധോ എന്നാണ് പറയുന്നത്. കരുണാസിന്ധോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിന്ധു എന്ന് വെച്ചാൽ സാഗരം, സമുദ്രം, കാരുണ്യ സാഗരമാണ് ഭഗവാൻ. അപ്പം അതിന് ആചാര്യന്മാർ വ്യാഖ്യാനം കൊടുക്കുന്നു. ഈ ഗ്രാമത്തിലൊക്കെ ഈ പശുക്കളെ കറക്കണം. അപ്പോൾ പശു പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ പശു പാല് ചുരത്തണമെങ്കിൽ ആദ്യം ആര് കുടിക്കണം? പോയി ആ കന്നുകുട്ടി കുടിക്കണം. കന്നുകുട്ടി കുടിച്ചു തുടങ്ങിയാലേ അമ്മ പശു പാല് ചുരത്തുള്ളൂ. പക്ഷേ ഈ പശുക്കുട്ടി എല്ലാ പാലും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാല് കിട്ടത്തില്ല, അല്ലേ? ഇനി ചില സന്ദർഭങ്ങളിൽ നിർഭാഗ്യവശാൽ ഈ പശുക്കുട്ടി ചിലപ്പം മരിച്ചു പോകും. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്, അല്ലേ? ജനിച്ച 1-2 ദിവസത്തിൽ കുട്ടി മരിച്ചു പോകും. അപ്പോൾ ഇവരെങ്ങനെ പാല് കറക്കുമെന്ന് ചോദിച്ചാൽ, പശുക്കുട്ടിയെ പോലെ ഒരു രൂപം ഉണ്ടാക്കും വൈക്കോല് കൊണ്ട്. എന്നിട്ട് അതിനെ ആ അകിടിൻ്റെ അടുത്ത് കൊണ്ടുപോയി മുട്ടിക്കും. അപ്പോൾ ഈ പശു പാല് ചുരത്തും. പക്ഷേ ഈ അമ്മ പശുവിന് ഇത് തൻ്റെ കുഞ്ഞല്ല എന്ന് അറിഞ്ഞൂടെന്ന് ചോദിച്ചാൽ അറിയാം. എങ്കിലും തൻ്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഒരു രൂപം കണ്ടപ്പോൾ തന്നെ ആ കുഞ്ഞിനോടുള്ള വാത്സല്യത്താൽ, സ്നേഹത്താൽ പാല് ചുരക്കും. അപ്പം ആചാര്യന്മാർ പറയുന്നു, ഒരു സാധാരണ പശു പോലും കുഞ്ഞിനെ പോലെ നടിക്കുന്ന ഒരു പാവയെ കണ്ട് വാത്സല്യം ചൊരിയുന്നുവെങ്കിൽ ഭഗവാൻ ഭക്തനെ പോലെ നടിച്ചാൽ വാത്സല്യം ചൊരിയാതിരിക്കുവോ? അല്ലേ? അപ്പോൾ ഭക്തൻ പോലും ആവണ്ട, നിങ്ങൾ ഭക്തനാണെന്ന് വെറുതെ പറഞ്ഞാൽ പോലും പാവമാണ് ഭഗവാൻ. ഭഗവാൻ അപ്പോഴും അനുഗ്രഹം തരും. അപ്പം ഇത്രയും കരുണാസാഗരനായ ഭഗവാനെ വിട്ടിട്ട് നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് ഈ ഭൂമുഖത്ത് ജനിച്ചും മരിച്ചും കഷ്ടപ്പെടുന്നു. അപ്പം അത് വേണ്ട എന്നാണ് പൂതനാമോക്ഷം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പൂതന പാല് കൊടുത്തു, അതായത് വിഷം കൊടുത്തു. ആ വിഷം കുടിച്ചതും പൂതനയുടെ ശരീരത്തെയും ആ ശരീരത്തിലുള്ള ആ ഒരു പ്രാണനെയും ഭഗവാൻ പരിശുദ്ധമാക്കി. പൂതനയുടെ ശരീരം പാപശരീരമാണ്. പക്ഷേ എപ്പോ ഭഗവാനെ സ്പർശിച്ചോ അപ്പോൾ ആ ശരീരം നിർമ്മലമായി മാറി. ഉപനിഷത്ത് പറയുന്നു, ബ്രഹ്മ സംസ്പർശം അത്യന്ത സുഖമശ്നുതേ. ബ്രഹ്മത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ അത്യന്ത സുഖമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഭഗവാനെ ഒന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിലാ എന്തൊരു ഫീലായിരിക്കും, അല്ലേ? ഭഗവാനെ തൊടുക എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഭാഗ്യം ഒരു സ്ത്രീക്ക് എന്നും ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്ന തവം ചെയ്തനേ യശോദ, എന്ന തവം ചെയ്തനേ യശോദ, എന്ന തവം ചെയ്തനേ യശോദ. യശോദേ, നീ എന്ത് തപസ്സാ ചെയ്തത്? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? എന്നും ആ ബ്രഹ്മത്തെ എടുക്കാൻ പറ്റുന്നുണ്ട് യശോദയ്ക്ക്. ബ്രഹ്മ സംസ്പർശം, പരബ്രഹ്മം. അതായത് സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ഭഗവാൻ പഠിക്കുന്ന കാലം. അപ്പോൾ ഭഗവാന്റെ തൊട്ടടുത്ത് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളാണ് ആര്? സുദാമ. അപ്പോൾ ബാക്കിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗുരുകുലത്തിൽ സാന്ദീപനി മഹർഷി പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ ഒരു നല്ല അധ്യാപകൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ചില കഠിനമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ തക്കതായ ഉദാഹരണങ്ങൾ കൊടുക്കണം, അല്ലേ? ഇതുപോലെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും. അതായത് അതിനെ
ശാഖാന്യായം എന്ന് പറയും. ശാഖാമതി ന്യായം. അതായത് ഇപ്പം രാത്രി പഴയ കാലത്തിലൊക്കെ ഉള്ള കാര്യമാണ്. ഇപ്പം കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുക്കണം, കൊച്ചുകുട്ടി. അപ്പം അമ്മമാരെന്ത് ചെയ്യും? ഒക്കത്തെടുത്ത് കൊണ്ട് ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് ആ കുഞ്ഞിന് വായിൽ വെച്ച് കൊടുക്കും. പക്ഷെ ആ കുഞ്ഞ് കഴിക്കില്ല. അപ്പം ഈ അമ്മമാരെന്ത് ചെയ്യും? പഴയ കാലത്തിലെ അമ്മമാർ രാത്രി ആയി കഴിഞ്ഞാൽ ആകാശത്ത് കണി മോനെ ചന്ദ്രനെ കണ്ട, ചന്ദ്രനെ നോക്ക്, ചന്ദ്രനെ നോക്ക് എന്ന് പറഞ്ഞിട്ട് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കും. ഇപ്പോഴത്തെ അമ്മമാരെന്ത് ചെയ്യും? മൊബൈൽ കൊടുത്തിട്ട് മോനെ മൊബൈലിൽ കാർട്ടൂൺ നോക്ക്, കാർട്ടൂൺ നോക്കെന്ന് പറഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുക്കും. പണ്ട് ചന്ദ്രനെ കാണിച്ചാണ് കുഞ്ഞുങ്ങളെ ഊട്ടിയിരുന്നത്. അപ്പോൾ ഈ ചന്ദ്രനെ ചിലപ്പോൾ കുഞ്ഞിന് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ അമ്മ എന്ത് പറയും? മോനെ അവിടെ വലിയൊരു മരം കണ്ട, ആ കണ്ട. അതിൻ്റെ മുകളിൽ വലിയൊരു ശിഖരം കണ്ട, അതിൻ്റെ അറ്റം കണ്ട, അതിൻ്റെ മുകളിൽ നോക്ക്, അവിടെ കണ്ട, അതാണ് ചന്ദ്രൻ അല്ലേ? അപ്പം ആദ്യമേ ചന്ദ്രനെ കാണിച്ചു കൊടുത്തില്ല. ആദ്യം എന്തിനെ കാണിച്ചു കൊടുത്തു? ആദ്യം വൃക്ഷത്തെ കാണിച്ചു, പിന്നെ ശിഖരത്തെ കാണിച്ചു, പിന്നെ ശിഖരത്തിൻ്റെ അഗ്രത്തെ കാണിച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ എന്തിനെ കാണിച്ചു? ചന്ദ്രനെ കാണിച്ചു. അപ്പം ഇതുപോലെയാണ് നല്ല അധ്യാപകൻ. അപ്പം ഞാൻ ഈ ഉദാഹരണം എന്തിനാ പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചോദിക്കും, നിങ്ങൾ ഉറക്കത്തിലാണോ എന്നറിയാം. ഞാൻ എന്തിനാ ഈ ഉദാഹരണം പറഞ്ഞത്? ശാഖാന്യായം കണ്ട, നിങ്ങൾ ഉറങ്ങി അല്ലേ? ഉറങ്ങിപ്പോയി. എന്തിനാ പറഞ്ഞേ? യശോദയല്ല, ഭഗവാൻ ഒരാളുടെ കൂടെ ഇരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുകയാണ്. സുധാമയുടെ കൂടെ പഠിക്കുന്നു. അപ്പോൾ കുറേ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച വരും. ബ്രഹ്മം എന്ന് വെച്ചാൽ എന്ത്? അപ്പം അതൊക്കെ ഉപനിഷത്ത് തത്വങ്ങളാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്യേന ത്യക്വേന പുഞ്ചീത മാകൃത കശ്വസിദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കടുകട്ടി ശ്ലോകങ്ങളൊക്കെ വരും. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്താ പറയുന്നത്? അപ്പോൾ ആചാര്യൻ പറയും, ഇത് വേറൊന്നല്ല, ബ്രഹ്മത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ബ്രഹ്മം എങ്ങനെ ഇരിക്കും? അപ്പം പറഞ്ഞു, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സത്ത് ചിത്ത് ആനന്ദം ഇതൊക്കെ നിറഞ്ഞതാണ്. ആനന്ദത്തിൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. അന്തരംഗ ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്, തടസ്ഥ ശക്തിയുണ്ട്, സംവിത് ശക്തിയുണ്ട്, സന്ധിനീ ശക്തിയുണ്ട്, ഹ്ലാദിനീ ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ അങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പോൾ ഈ ഗുരു എന്ത് ചെയ്യുന്നറിയാമോ? ബ്രഹ്മം എന്തെന്നറിയണോ? ബാക്കിൽ ബെഞ്ചിൽ ഒരെണ്ണം ഇരിക്കുന്നില്ലേ, ആ സുധാമയുടെ അടുത്ത്, അത് തന്നെ ബ്രഹ്മം. ഇപ്പം മനസ്സിലായി. അപ്പോൾ എന്ത് എളുപ്പമാണ് അല്ലേ സാന്ദീപനി മുനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ? നല്ല എളുപ്പമാണ്. ഒരെണ്ണം എപ്പോഴും അവിടെ ഉണ്ട് അല്ലേ? അതിനെ ചൂണ്ടിക്കാണിച്ചാൽ ഇരിക്കുന്നില്ലേ, കറുകറാന്ന് ശ്യാമവർണ്ണത്തിൽ മയിൽപ്പീലേ, അത് തന്നെ ബ്രഹ്മം. അത് മനസ്സിലാക്കിയാൽ മതി അല്ലേ? സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ, അതൊന്നും വേണ്ട, ഇതാണ് ബ്രഹ്മം. അപ്പോൾ പൂതനയുടെ ശരീരം അതീവ നിർമ്മലമായി. കാരണം എന്താണ്? ബ്രഹ്മസംസ്പർശം. പൂതനയുടെ ഹൃദയവും നിർമ്മലമായി. അപ്പം നമ്മുടെ ഉള്ളിലും നമ്മുടെ ശരീരത്തിലും നിറയെ അഴുക്കുണ്ട്. അതിനെ പരിശുദ്ധമാക്കാൻ എന്ത് ചെയ്യണം? നാമം ജപിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പം പൂതനയുടെ പ്രാണനെയും ഭഗവാൻ വലിച്ചെടുത്തു. വലിയൊരു അലർച്ചയോടുകൂടി പൂതന മറിഞ്ഞു വീണു. പക്ഷെ ഈ രാക്ഷസന്മാരും മരിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ട്. അവരവരുടെ നിജരൂപമെടുത്തിട്ടാണ് ചത്തു വീഴുന്നത്. അതോടുകൂടി അവരുടെ ആ കാമരൂപിത്വം കഴിവൊക്കെ പോകും. അപ്പോൾ പൂതന ഒരു ബീഭത്സ രൂപമെടുത്തുകൊണ്ട്, തൻ്റെ നിജരൂപമെടുത്തുകൊണ്ട് ഇങ്ങനെ മറിഞ്ഞു വീണു. ഭീമാകാരമായ രൂപം, വലിയ ശബ്ദത്തോടുകൂടി അലറിക്കൊണ്ട് താഴെ വീണു. ഈ ശബ്ദം കേട്ട് യശോദാമ്മയും ഗോപികാസ്ത്രീകളും നന്ദമഹാരാജും ഒക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ പൂതനയുടെ മാറിലിങ്ങനെ കളിച്ചുകൊണ്ട്. കുഞ്ഞിനൊരു കുഴപ്പമില്ല, എല്ലാവരും പേടിച്ചു. അയ്യോ, കുഞ്ഞിനെന്തോ സംഭവിച്ചു. യശോദാമ്മ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കാൻ പറ്റിയപ്പം കുഞ്ഞിനെ എടുക്കാൻ പറ്റണില്ല. എന്താ എടുക്കാൻ പറ്റാത്തത്? ഏണി വേണമെന്ന് പറഞ്ഞു. ഏണി എന്തിനാ? ഇത്രയും വലിയ ശരീരം, മല പോലെ കിടക്കുന്ന പൂതന, പിന്നെ വലിയ ഏണിയൊക്കെ കൊണ്ടുവന്ന്
യശോദാമ്മ കഷ്ടപ്പെട്ട് ഏണിയിലൊക്കെ കയറി പൂതനയുടെ ശരീരത്തിൻ്റെ പുറത്ത് കയറി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. അപ്പം അടുത്ത പ്രശ്നം എന്താണ്? ഇത്രയും വലിയ ശരീരത്തിനെ സംസ്കരിക്കണം. അപ്പം അവർ അടുത്തുള്ള ഈ മരക്കഷ്ണങ്ങളും അതും ഇതും ചാണകത്തിൻ്റെ ഇതും, അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ചാണകം നിറയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അതിനിങ്ങനെ റൗണ്ടായിട്ട് തട്ടിയിട്ട് ഈ ചുവരിലിങ്ങനെ ഒട്ടിച്ചു വയ്ക്കും. കണ്ടിട്ടുണ്ടോ? അതിനെന്തെന്ന് പറയും? മരക്. ആ, അത് വെച്ചിട്ട് അങ്ങ് കത്തിക്കും. ഗ്രാമത്തിലൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഇവിടെ പോയിരുന്നു, കൽക്കട്ടയിൽ പോയിരുന്നപ്പോൾ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കൽക്കട്ട പ്രദേശത്തൊക്കെ ഈ ജൂട്ട് കൃഷിയുണ്ട്. ജൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ചണം അല്ലേ? ചണത്തിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ അത് കൃഷി കഴിയുമ്പോൾ അതിൻ്റെ ആ ചെടി ഇങ്ങനെ ഉണങ്ങും. നല്ല നീണ്ട കമ്പാണ്. അപ്പോൾ ആ കമ്പ് 2-3 കൂട്ടിക്കെട്ടിയിട്ട് അതിൽ ഈ ചാണകം ഇങ്ങനെ വച്ച് പിടിപ്പിക്കും. എന്നിട്ട് അതിനെ ഉണക്കും. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് കത്തിക്കും. നന്നായിട്ട് കത്തും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പഴയ കാലത്തിൽ. അപ്പോൾ ഇവരിതെല്ലാം വെച്ചിട്ട് കത്തിക്കുകയാണ്. ഈ ശരീരം കത്തി തുടങ്ങിയതോടുകൂടി ചന്ദനം കത്തിച്ചാൽ എന്ത് സുഗന്ധം വരുമോ ആ സുഗന്ധം എല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങി. സാധാരണ ഒരു മൃതശരീരം കത്തിക്കുമ്പോൾ സുഗന്ധം വരുമോ ദുർഗന്ധം വരുമോ? ദുർഗന്ധമേ വരുള്ളൂ. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന വസ്തുക്കളൊക്കെ അങ്ങനത്തെ വസ്തുക്കളാണ്. രക്തം, മാംസം, മലം, മൂത്രം, പഴുപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്നത്. അപ്പം അതൊക്കെ കത്തുമ്പോൾ ദുർഗന്ധമാണ് വരുന്നത്. പക്ഷേ പൂതനയുടെ ശരീരം കത്തിയപ്പോൾ അവളൊരു രാക്ഷസിയായിരുന്നു. എന്നിട്ട് പോലും എല്ലായിടത്തും സുഗന്ധം പരക്കാൻ തുടങ്ങി. അതെന്താ കാരണം? കാരണം ഭഗവാനെ സ്പർശിച്ചു. അവരുടെ ശരീരം നിർമ്മലമായി. അപ്പോൾ ഭഗവാനുമായിട്ട് നിരന്തരം ബന്ധത്തിലുള്ള വ്യക്തികളുടെ എല്ലാവരുടെ ശരീരവും നിർമ്മലമാകും. അതുകൊണ്ടാണ് അമ്പലത്തിലെ പൂജാരിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? തിരുമേനി. തിരുമേനി കുറച്ച് ചന്ദനം തരുമോ? കുറച്ച് പൂ തരുമോ? അതെന്താ ഈ തിരുമേനി? മേനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശരീരം. പക്ഷെ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മേനിത്തുല പായസമാണ്. മേനി എന്ന് കേട്ടാൽ നമുക്ക് മേനിത്തുല പായസമാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ മേനിത്തുല? അത് ശരി, ആരും കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടുണ്ടോ? വളരെ കുറച്ച് പേരെ കഴിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും കഴിക്കണം. അതീവ രുചികരമായിട്ടുള്ള പത്മനാഭസ്വാമിയുടെ പ്രസാദമാണ് മേനിത്തുല പായസം. അതുണ്ടാക്കുന്ന തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. സ്വർണ്ണ ഉരുളിയിൽ നിറയെ നെയ്യൊക്കെ ഒഴിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അത് പുറത്ത് വെച്ചാൽ കെട്ടുപോകത്തില്ല. ഒരാഴ്ച 10 ദിവസമൊക്കെ ഇരിക്കും. നല്ല രുചിയാണ് കഴിക്കാൻ മേനിത്തുല പായസം. അപ്പോൾ തിരുമേനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മേനി എന്ന് വെച്ചാൽ ശരീരം. മേനി, കായം എന്നൊക്കെ വെച്ചാൽ ശരീരമാണ്. തിരുമേനി എന്ന് വെച്ചാൽ തിരു എന്ന് വെച്ചാൽ ദിവ്യം. തിരുമേനി എന്താണ്? ദിവ്യമായ ശരീരം. നമ്മുടെയൊക്കെ ശരീരം മേനിയാണ്. പക്ഷെ പൂജാരിയുടെ ശരീരം തിരുമേനി. അതെന്താ? കാരണം അദ്ദേഹം നിരന്തരം ഭഗവത് സമ്പർക്കത്തിലാണ്. ഭഗവാന് പൂജ ചെയ്യുന്നു, ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു, ഭഗവാൻ അർച്ചന ചെയ്യുന്നു, ഭഗവാന് പുഷ്പാലങ്കാരം ചെയ്യുന്നു. നിരന്തരം ഭഗവാനുമായിട്ട് സമ്പർക്കത്തിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരവും ദിവ്യമായി മാറും. അപ്പം നമ്മളും നിരന്തരം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ ശരീരവും ദിവ്യമാണ്. അതുകൊണ്ടാണ് ഈ സന്യാസിമാരുടെ ശരീരത്തെ അഗ്നിയിൽ വച്ച് ദഹിപ്പിക്കില്ല. സന്യാസിമാരുടെ പ്രാണൻ പോയി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തെ എന്ത് ചെയ്യും? സമാധി ഇരുത്തും അല്ലേ? സമാധി ഇരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ കുഴിയെടുത്തിട്ട് അതിന് വലിയ പ്രോസസ്സാണ്. ശരീരത്തിനകത്തിരുത്തിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിന് വലിയ ചടങ്ങൊക്കെ ഉണ്ട്. എന്നിട്ട് അത് സമാധി ഇരുത്തി. ഇപ്പം ഇവിടെ അടുത്തൊരു സമാധിയുണ്ട്, ഇവിടെ തൈക്കാടിൽ. എന്ത് സമാധിയാണ്? പഴമക്കാർക്കൊക്കെ അറിയാം. അയ്യാഗുരു അല്ലേ?
അയ്യാഗുരുവിൻ്റെ സമാധിയുണ്ട് ഇവിടെ. പിന്നെ വില്ലുമംഗലം സ്വാമിയുടെ സമാധി ഉണ്ടെന്ന് പറയുന്നു. എവിടെയാ? പടിഞ്ഞാറേക്കോട്ടയിൽ അല്ലേ? ആ അമ്പലത്തിൻ്റെ പേരെന്താണ്? മിത്രാനന്ദ അല്ല, മിത്രാനന്തപുരം അല്ല, അതിൻ്റെ അടുത്ത് വേറൊരു അമ്പലമില്ലേ, കൃഷ്ണൻ്റെ അമ്പലം, മിത്രാനന്തപുരത്തിലുണ്ടെന്ന് പറയുന്നല്ലേ. അപ്പോൾ ഏതായാലും സമാധി എന്ന് വെച്ചാൽ സന്യാസിമാരുടെ ശരീരം അവിടെ സൂക്ഷിക്കും. അപ്പോൾ ആ സമാധിയിൽ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ ശക്തി അവിടെ ഉണ്ടാവും. സമാധികൾ പലതരം സമാധികളുണ്ട്. പുഷ്പസമാധി, ജീവസമാധി എന്നൊരു സമാധിയുണ്ട്. ഇത് ആന്ധ്രാപ്രദേശിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിനിൽ ഇപ്പം നിങ്ങൾ പൂനെ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു സ്റ്റേഷൻ വരും, മന്ത്രാലയം റോഡ് എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്. കേട്ടിട്ടുണ്ടോ? മന്ത്രാലയം റോഡ്. പൂനെ ബോംബെ ട്രെയിൻസൊക്കെ ആ റൂട്ടിലാണ് പോകുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു സമാധി ക്ഷേത്രത്തിലെത്താം. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ആരുടെ സമാധിയാണെന്നറിയാമോ? രാഘവേന്ദ്ര സ്വാമികളുടെ സമാധി. രാഘവേന്ദ്ര സ്വാമിയെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവസമാധി ഇരിക്കുന്നത് അവിടെയാണ്, മന്ത്രാലയം റോഡ്. പോണം പറ്റുമെങ്കിൽ. വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്ന് ദർശനം എടുക്കുന്നത്. അവിടെ രാഘവേന്ദ്ര സ്വാമികളുടെ ജീവസമാധിയാണുള്ളത്, മന്ത്രാലയം. ആ ജീവസമാധിയെ അവിടെ പറയുന്നത് വൃന്ദാവനമെന്നാണ്. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണത്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ആ ക്ഷേത്രമുള്ളത്. അപ്പോൾ തിരുമേനി എന്ന് വെച്ചാൽ ഭഗവാനുമായിട്ട് നിത്യവും സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരം തിരുമേനിയായി മാറും. അങ്ങനെ പൂതനയുടെ ശരീരവും ദിവ്യമായി. അത് കത്തിച്ചപ്പോൾ അതിൽ നിന്നും സുഗന്ധം പരക്കുവാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം തന്നെ പൂതനയ്ക്ക് മോക്ഷം കിട്ടി എന്നാണ്. അമ്മയുടെ സ്ഥാനം കൊടുത്ത് ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. അതാണ് ശുകദേവ ഗോസ്വാമി. അദ്ദേഹം ആരാണ്? ശുകദേവ ഗോസ്വാമി, ശുകബ്രഹ്മം. ആരാണ് ശുകബ്രഹ്മം? അദ്ദേഹത്തിനും ഭാഗവതത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? ശുകബ്രഹ്മമാണ്, ശുകദേവ ഗോസ്വാമിയാണ് ഭാഗവതം ആർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്? പരീക്ഷിത്തൻ. ശുകദേവ ഗോസ്വാമി തുടക്കത്തിൽ ഒരു കൃഷ്ണഭക്തനായിരുന്നില്ല, അദ്ദേഹം ബ്രഹ്മവാദിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ കാട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ബ്രഹ്മത്തെ ധ്യാനിച്ചിരിക്കുമ്പോൾ വ്യാസദേവൻ്റെ ശിഷ്യന്മാർ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഭാഗവതത്തിൻ്റെ ഒരു ശ്ലോകം പറഞ്ഞു. അഹോ ബഖീയം സ്തനകാലകൂടം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ബഖീയം, സ്തനത്തിൽ കാലകൂട വിഷം വെച്ച ബഖിക്ക് പോലും അമ്മയുടെ സ്ഥാനം കൊടുത്ത ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിനേക്കാളും കരുണയുള്ള വേറൊരാളും ഇല്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ബഖി എന്ന് പറഞ്ഞാൽ ബക്കാസുരൻ്റെ സഹോദരിയാണ് ബഖി. അപ്പോൾ പൂതനയുടെ മറ്റൊരു പേരാണ് ബഖി. അപ്പോൾ ആ ശ്ലോകം കേട്ടിട്ടാണ് ശുകദേവ ഗോസ്വാമി കൃഷ്ണഭക്തിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കാരുണ്യമാണ് നമ്മളെ ഭഗവാനിലേക്ക് ആകർഷിക്കുന്നത്. അതായത് ശ്രീരംഗത്തിൽ, എത്ര പേര് ശ്രീരംഗത്തിൽ പോയിട്ടുണ്ട്? കുറച്ച് പേര്. ശ്രീരംഗത്തിൽ ഭഗവാന്റെ പേരെന്താണ്? പത്മനാഭസ്വാമിയാണ്, രംഗനാഥസ്വാമി. ശ്രീരംഗത്തിൽ ഭഗവാന്റെ പേര് രംഗനാഥസ്വാമിയും ദേവിയുടെ പേരെന്താണ്? രംഗനായകി തായാർ. അതാണ് ദേവിയുടെ പേര്. ഭഗവാന്റെ പേര് രംഗനാഥ സ്വാമി, ദേവിയുടെ പേര് രംഗനായകി തായാർ. ശ്രീരംഗത്തിൽ പോയി കഴിഞ്ഞാൽ ദേവിക്ക് ഒരു പ്രത്യേക സന്നിധി അമ്പലമുണ്ട്. അതിനകത്ത്, ശ്രീരംഗം അമ്പലത്തിനകത്ത് ഭഗവാന്റെ ദർശനം എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ചന്ദ്രപുഷ്കരണി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തീർത്ഥ കുളം വരും. അത് കടന്നു പോകുന്നത് നേരെ രംഗനായകി തായാറുടെ സന്നിധിയിലേക്കാണ്.
അപ്പോൾ അവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരാശര ഭട്ടർ എന്നൊരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം എന്നും ശ്രീരംഗത്തിൽ ദർശനത്തിന് പോകും. ഒരു ദിവസം പോലും ദർശനം മുടക്കില്ല. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിന് തിരക്ക് കൂടുതലാണെങ്കിൽ അദ്ദേഹം രംഗനാഥനെ കാണില്ല, രംഗനായകി തായാരെ ദർശനം എടുത്തിട്ട് പോകും. തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ രംഗനാഥസ്വാമിയും ദർശനം എടുക്കും, രംഗനായികയും ദർശനം എടുത്തിട്ട് പുറത്തു പോകും. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. അപ്പോൾ ഒരു ദിവസം രംഗനാഥസ്വാമി ഇതറിഞ്ഞു. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാതെ ദേവിയെ മാത്രം ദർശനം എടുത്തിട്ട് പുറത്തു പോകും. ഇതെന്തോ, ഞാനല്ലേ ഇവിടുത്തെ മെയിൻ ആള്. ഈ അമ്പലം അറിയപ്പെടുന്നത് എൻ്റെ പേരിൽ, ശ്രീരംഗം. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പരാശര ഭട്ടരെ വിളിച്ചു, വാ, നീ എന്നെ കാണാതെ ദേവിയെ മാത്രം ദർശനം എടുത്തിട്ട് ഞാനാണോ വലിയ ആള്, ദേവിയാണോ വലിയ ആള്? അപ്പോൾ പരാശര ഭട്ടർ പറഞ്ഞു, ദേവി ആണ് വലിയ ആൾ. ദേവിയെ ആയിട്ട് സാദൃശ്യപ്പെടുത്തുമ്പോൾ അങ്ങ് വലിയ ആളല്ല. അപ്പോൾ ഭഗവാന് ദേഷ്യം വന്നു. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അതായത് അമ്മയുടെ ആ സൗന്ദര്യം അത് ഭഗവാനെ അങ്ങേക്ക് വരില്ല. എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയാണ് സുന്ദരി, താങ്കൾക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഭഗവാന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, എന്നെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വർഷത്തിലൊരു ദിവസം ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവ ദിവസം രംഗനാഥനെ സ്ത്രീയായിട്ട് അലങ്കരിക്കും. നമ്പെരുമാൾ എന്ന് പറഞ്ഞിട്ട്, അതാണ് രംഗനാഥസ്വാമിയുടെ ശിവേലി വിഗ്രഹത്തിൻ്റെ പേര്, നമ്പെരുമാൾ എന്നാണ്. ആ വിഗ്രഹത്തെ സ്ത്രീയായിട്ട് അലങ്കരിച്ച് നിർത്തും വർഷത്തിലൊരിക്കൽ. ഭഗവാൻ അല്ലെങ്കിലേ സുന്ദരനാണ്, സ്ത്രീ വേഷം കെട്ടിയാൽ അതിനേക്കാളും സുന്ദരനാവും അല്ലേ? ഭഗവാൻ സ്ത്രീ വേഷം കെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ കാണാം. എവിടെ കാണാം? എവിടെ കാണാം? അമ്പാടി നടയിൽ ചെന്നാൽ കാണാം. എന്ന് കാണാം? ഏകാദശി ദിവസം ചെന്നാൽ കാണാം. അതൊക്കെ പോയി കാണണം. എല്ലാ ഏകാദശി ദിവസവും ഭഗവാന് സ്ത്രീവേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ മോഹിനി വേഷം കെട്ടി അലങ്കരിച്ചിരിക്കും. നല്ല രസമാണ്. നല്ല നീണ്ട മുടിയും പൂവും കൊണ്ടയും കമ്മലും ഒക്കെ വെച്ച് നല്ല രസമാണ്. ഇത് കൃഷ്ണനാണെന്ന് അറിഞ്ഞുകൂടാത്ത ആദ്യമായിട്ട് അവിടെ പോകുന്ന ആൾക്കാർ ഏ ദേവി കാ നാം ക്യാ ഹേ എന്ന് ചോദിക്കും. ദേവിയുടെ പേരെന്താ? കൃഷ്ണദേവി, നയാ ദേവി ഹേ. ദേവിയെ പോലെ ഇരിക്കും കാണാൻ. അപ്പോൾ ഏതായാലും ശ്രീരംഗത്തിലും ഇതുപോലെ രംഗനാഥസ്വാമിയെ ദേവിയായിട്ട് അലങ്കരിക്കും. അപ്പം അന്ന് അലങ്കരിച്ച ദിവസം ഭഗവാൻ പരാശര ഭട്ടരെ വിളിച്ചു. എന്തിനാ അദ്ദേഹത്തെ വിളിച്ചത്? അദ്ദേഹം നേരത്തെ എന്താ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ സൗന്ദര്യം അങ്ങേക്ക് വരും. എന്താ സൗന്ദര്യം! ആ പട്ട് സാരിയും ആ ജടയും പിന്നലും, അപ്പോൾ ഇന്നും അതേപോലെ വേഷം കെട്ടിയിട്ട് നിൽക്കുകയാണ് ഭഗവാൻ. ഇന്ന് അവനെ വിളി, എന്നിട്ട് ഇനി പറ ആർക്കാ സൗന്ദര്യം. അപ്പോൾ പരാശര ഭട്ടർ വന്നു, നോക്കിയിട്ട് പറഞ്ഞു, പോരാ. പോരെ, 1.5 മണിക്കൂർ എടുത്തിട്ട മേക്കപ്പാണ്, നീ ഒറ്റ മിനിറ്റ് കൊണ്ട് പോരാന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്താണ് കുറവ്? അപ്പോൾ പറഞ്ഞു, ബാക്കിയെല്ലാം ദേവിയുടെ പോലെ തന്നെ ഉണ്ട്. അതേ പട്ടുസാരി, അതേ കമ്മല്, മൂക്കുത്തി എല്ലാം ഓക്കെ. പക്ഷേ ദേവിയുടെ കണ്ണ് അത് ഭഗവാന് വരില്ല. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എൻ്റെ കണ്ണിന് എന്താ കുഴപ്പം? ദേവിയുടെ കണ്ണിൽ കാരുണ്യം ചാലിച്ചിട്ടുണ്ട്, അങ്ങയുടെ കണ്ണിൽ അത് ഇല്ല. അങ്ങ് വെറും പങ്കജാക്ഷൻ, ദേവി കാരുണ്യ പങ്കജാക്ഷൻ. ഇനി അങ്ങ് എത്രയൊക്കെ ശ്രമിച്ചാലും എൻ്റെ അമ്മയുടെ ആ കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ അങ്ങേക്ക് ഒരിക്കലും വരില്ല. ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പിന്നീട് ഒരിക്കലും രംഗനാഥസ്വാമി പരാശര ഭട്ടരെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടേലേ ശരി, നീയായി നിൻ്റെ അമ്മയായി എന്തോ ആയിരിക്കും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ആ കാരുണ്യം ഭഗവാന് കാരുണ്യമാണ്, ഭഗവാനേക്കാളും കാരുണ്യമാണ് ദേവിക്ക്. അതാണ് കാഞ്ചീപുരത്തിൽ
ഒരു ഭഗവാനുണ്ട്. അവിടെ ഭഗവാന്റെ പേരെന്താണ്? കാഞ്ചി വരദരാജ പെരുമാൾ എന്നാണ് പേര്. വരദരാജൻ. വരദരാജൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വരങ്ങൾ നൽകുന്നതിൽ രാജ. പക്ഷേ അവിടുത്തെ ദേവിയുടെ പേരെന്തെന്നറിയാമോ? പെരും ദേവി തായാർ. വെറും ദേവിയല്ല, പെരും ദേവി, വലിയ ദേവി. ഭഗവാന് വരദരാജൻ എന്നേ പേരുള്ളൂ, ഇത് പെരും ദേവി. അപ്പോൾ എവിടെ ചെന്നാലും കാരുണ്യം കൂടുതലാണ് ഭഗവാന്. ഭഗവാനേക്കാളും കാരുണ്യം അമ്മയ്ക്കാണ് എന്ന് പറയുന്നു ശാസ്ത്രം. അപ്പോൾ ഏതായാലും ഭഗവാൻ ഈ കാരുണ്യം കൊടുത്തു, പൂതനയ്ക്ക് മോക്ഷമായി. തയ്യാറായോ? റെഡിയായോ? റെഡിയായി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഉണ്ണിയൂട്ടാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ഉണ്ണിയൂട്ട് കഴിഞ്ഞ് പ്രസാദ വിതരണം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 4:30 നമുക്ക് പ്രഭാഷണം തുടരാം. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. ഓം നമോ നാരായണായ. മങ്കാട് കുളത്തിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 3-ാം ദിവസമായ പൂജ സമർപ്പിച്ചിരിക്കുന്നത് രാഹുൽ ഐശ്വര്യ ഗാർഡൻസ് തിരുമല. പ്രസാദമുള്ള കുട്ടികൾ മുന്നിലേക്ക് വരേണ്ടതാണ്. ചന്ദ്രശേഖരനുണ്ടോ? ചന്ദ്രശേഖരൻ അജിത് ശേഖർ, ഇതെല്ലാം കൂടെ പ്രസാദം വാങ്ങിയവർ മാറി നിൽക്കേണ്ടതാണ്. നന്ദിനി ഉണ്ടോ? നന്ദിനി വിട്ടോ. നന്ദിനി നിൽക്കുന്നവർ കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാവുന്നതാണ്. കാർത്തിക, ആതിര, കാർത്തിക, ജയന്തി, ജയന്തി, ആതിര, കാർത്തിക. കുഞ്ഞുകുഞ്ഞു എന്നവർ ഓം നമോ നാരായണ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് പപ്പടം പൊടിച്ച് ആരാണ് കൂടെ വന്ന ആരാണ് പറഞ്ഞു കൊടുക്കണോ? ആ മതി മതി മതി.
ജപമാല വായിക്കും. ജപമാല വായിക്കും. ജപമാല വായിക്കും. ഇത് വരാൻ സാധ്യതയില്ല. ഇത് നമ്മുടെ സ്കൂളിൽ കിടക്കുന്ന ബുക്കാണ്.